ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. എംഎൽഎമാരുടെ യോഗം ഉടൻ നടക്കും. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, മുൻ അധ്യക്ഷൻ മനോജ് തിവാരി, ബാൻസുരി സ്വരാജ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അതിഷി രാജിവെച്ചു. അതേസമയം കെജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് ബിജെപി പ്രഖ്യാപിച്ചു. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി നാളെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നത്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ബിജെപിയുടെ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും ദളിത് നേതാവും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ദുഷ്യന്ത് ഗൗതമിന്റെ പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ. കരോൾബാഗിൽ ദുഷ്യന്ത് ഗൗതം പരാജയപ്പെട്ടതോടെ മറ്റു പേരുകളിലാണ് ചർച്ച. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയാണ് മുൻപന്തിയിൽ. മുഖ്യമന്ത്രിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പർവേഷ് വർമ്മ लेफ्टिनेंट गवर्नरुമായി കൂടിക്കാഴ്ച നടത്തി. ये केवल मेरी जीत नहीं है, ये आप सभी की जीत है. सबकी ये मांग थी कि एक अच्छी सरकार आए. 10 साल से जो सरकार देश में सेवा कर रही है प्रधानमंत्री मोदी जी के नेतृत्व में, उन्हीं के विजन को लेकर दिल्ली में उन्हीं के सहयोग से दिल्ली में भी सरकार बने, ताकि दोनों सरकारें अच्छा काम करे, कोई राजनीति ना हो, कोई झगड़ा ना हो. രോഹിണിയിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ വിജേന്ദർ ഗുപ്ത, മാളവ്യനഗറിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ, കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. ബിജെപി വിജയത്തിൽ നിർണായകമായ പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി എംപിയും മുൻ അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും നറുക്കുവീണേക്കാം. കേജ്രിവാളും സിസോദിയും തോറ്റതോടെ അതിഷി പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ന്യൂഡൽഹി എം പി ബാൻസുരി സ്വരാജ്, ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് വിജയിച്ച ശിഖാ റായ്, ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖ ഗുപ്ത തുടങ്ങിയ വനിതാ നേതാക്കളെയും പരിഗണിച്ചേക്കാം. വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം സത്യപ്രതിജ്ഞ ആഘോഷമായി നടത്താനാണ് ബിജെപി തീരുമാനം. തോൽവിക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ അതിഷി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് ബിജെപി പ്രഖ്യാപിച്ചു. ബിജെപി ഉയർത്തിക്കൊണ്ടുവന്ന ശീഷ്മഹൽ വിവാദം ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ മുഖ്യ പങ്കുവഹിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.